ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ BS Dreams. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ഈ കാണുന്ന പോത്തോസ് പ്ലാന്റിൻ്റെ പരിപാലനവും വളപ്രയോഗവും നന്നായിട്ട് ഇതുപോലെ നമ്മുടെ പോട്ടിൽ നന്നായിട്ട് ബുഷിയായിട്ട് കവറായി നിൽക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇതൊരു മണി പ്ലാന്റ്, ഇത് പോത്തോസ് എന്ന് പറയുന്നത് ഒരു ഇൻഡോർ പ്ലാന്റും ആണ്. നമുക്ക് ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പ്ലാന്റ് ആണ്. അപ്പം നമുക്കിതുപോലെ മണ്ണിൽ വേണമെങ്കിൽ നടാം. അതുപോലെ നമുക്ക് വാട്ടറിൽ വെച്ചും ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന അടിപൊളി ഒരു ചെടിയാണിത്. അപ്പോൾ ഇത് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഇപ്പം നമുക്ക് പ്ലാന്റ് നഴ്സറിയിൽ വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, കണ്ടോ. ഇപ്പോൾ എൻജോയ് പോത്തോസ്, മാർബിൾ പോത്തോസ്, ഗോൾഡൻ പോത്തോസ്, ഇങ്ങനെ പല പേരുകളിൽ ഈ ഒരു പ്ലാന്റ്സ് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗോൾഡൻ പോത്തോസ് അല്ലെങ്കിൽ ഗോൾഡൻ മണി പ്ലാന്റ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ചെടിയുടെ പരിപാലനമൊക്കെ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പോത്തോസ് പ്ലാന്റ്സ് നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്താലും ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്താലും നമ്മൾ ഇപ്പോൾ എൻ്റെ പോട്ട് അത്യാവശ്യം വലിപ്പത്തിലുള്ളൊരു പോട്ടാണ്, ഫുള്ള് കവറായിട്ടുണ്ട്. നമ്മൾ നടുക്ക് ഒരു സ്റ്റിക്ക് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ടത് ക്രീപ്പിംഗ് ആയിട്ട് കയറും, കൂടുതൽ ഭംഗി അങ്ങനെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ ഒരു പ്ലാന്റിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പോട്ട് കംപ്ലീറ്റ് കവറായിട്ട് ഇതുപോലെ നിലത്തേക്ക് പടർന്നു പോകുന്നുണ്ട്, കേട്ടോ. അപ്പോൾ നമ്മൾ നടുക്കൊരു സ്റ്റിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ വള്ളികളെല്ലാം നമുക്ക് ആ സ്റ്റിക്കിലേക്ക് പിടിച്ച് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. അപ്പോൾ ഒരുപാട് വള്ളികൾ ഇതുപോലെ നിലത്തേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ശ്രദ്ധിച്ചാൽ നോക്കിയാൽ അറിയാം, കണ്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ചെടി എങ്ങനെ നമുക്ക് പോട്ടിൽ ബുഷിയായിട്ട് വളർത്താമെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിൻ്റെ ഒരു 3-4 കട്ടിങ്സ് നീളം ലെങ്ത് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ നട്ടിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ പടർന്ന് വരുന്നൊരു പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇതുപോലെ വശങ്ങളിലേക്ക് വരുന്ന വള്ളികൾ നമ്മൾ ഈ ഒരു പോട്ടിനുള്ളിൽ തന്നെ വളച്ച് വെച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക, കേട്ടോ. ഇതുപോലെ വളച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇതിൻ്റെ ഓരോ ഞെട്ടിലും റൂട്ടുകൾ വരാറുണ്ട്, കണ്ടോ. അപ്പം അതെല്ലാം നമ്മുടെ മണ്ണിൽ പിടിച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ പ്ലാന്റ് ഈ ഒരു പോട്ടിൽ കവറായിട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ പോത്തോസ് പ്ലാന്റ്സ് നമ്മൾ ഔട്ട്ഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം വെയിലൊക്കെ കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഗ്രോ ചെയ്യുന്നൊരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ എൻജോയ് പോത്തോസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, കണ്ടോ. ഇതിൻ്റെ ലീഫുകൾ കണ്ടോ. അപ്പോൾ ഗ്രീനും വൈറ്റും കൂടെ മിക്സഡ് ആയിട്ടാണ് വരുന്ന ലീഫുകളിൽ. അപ്പോൾ ഈ ചെടികളൊന്നും അധികം പരിപാലനം ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഞാൻ ഇതിന് കൊടുക്കുന്ന മെയിനായിട്ടുള്ള വളമെന്ന് പറയുന്നത് നമ്മുടെ ഉണങ്ങിയ ചാണകപ്പൊടി, മണ്ണ്, മണൽ, ഇത്രയിട്ടാണ് ഞാൻ മെയിനായിട്ട് പോട്ട് ചെയ്യുന്നത്. പിന്നെ ലിക്വിഡായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സും നമുക്ക് ഈ ഒരു പ്ലാന്റ്സിന് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഗ്രോ ചെയ്യുന്നൊരു പ്ലാന്റ് ആണ്. അപ്പം ഇതിങ്ങനെ ഫ്ലവറിങ് ആവുന്ന വെറൈറ്റി അല്ല, ഇതിൻ്റെ ലീഫാണ് കൂടുതൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യുമ്പം വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അത് അടുത്ത ഒരു പോത്തോസ് വെറൈറ്റിയാണ് ഈ കാണുന്നത്, കണ്ടോ. അപ്പം ഞാൻ അധികം വലിപ്പമുള്ള പോട്ടിൽ വെച്ചിട്ടില്ല, കാരണം ഇതിൻ്റെ ലീഫിനൊക്കെ ഇത്ര സൈസേ വരുള്ളൂ ഈ ഒരു പ്ലാന്റ്. അപ്പോൾ അത്യാവശ്യം പ്ലാസ്റ്റിക് പോലെയാണ് ഇതിൻ്റെ ലീഫ്. നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാം, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പെട്ടെന്ന് ബുഷിയായിട്ട് നമ്മുടെ പോട്ടിൽ ഇങ്ങനെ കവറായിട്ട് വളരും. ഇപ്പോൾ നമ്മൾ പ്ലാന്റ് നിന്നില്ല, കുറച്ച് ചൊറേനിയം പ്ലാന്റ്സ് ഒക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മളതൊന്ന് പുഴുത് മാറ്റി കൊടുക്കുക. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതിൻ്റെയും വശങ്ങളിൽ നിന്ന് ഒരുപാട് തൈകൾ ഇങ്ങനെ പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ തൈകളൊക്കെ നമ്മൾ വളച്ച് ഇതിനുള്ളിൽ തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് ബുഷിയായിട്ട് കിട്ടുന്നതായിരിക്കും ഈ ഒരു പ്ലാന്റ്. പൊതുവെ ഈ ചെടിയിൽ അങ്ങനെ വലിയ കീടശല്യങ്ങളൊന്നും തന്നെ കണ്ടുവരാറില്ല. അതുകൊണ്ട് തന്നെ അധികം ഫംഗിസൈഡ്സ് നമ്മൾ ഈ ഒരു ചെടിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ പോട്ടിൽ മണലിടുന്നതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കുകയില്ല. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഒരുപാട് ചെളിയൊക്കെ കെട്ടുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പ്ലാന്റ് അഴുകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചെടി നമുക്ക് ഹാങ്ങിങ് ആക്കി സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് പ്ലാന്റ്സ് ഞാൻ ഹാങ്ങിങ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാം നമുക്ക്. ഈ കാണുന്ന നമ്മുടെ നോർമൽ വെറൈറ്റി പോത്തോസ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതുപോലൊരു ചെറിയ ഹാങ്ങിങ് പോട്ടിലാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് നിൽപ്പുണ്ട്, കണ്ടോ. അപ്പോൾ നമ്മൾ ഹാങ്ങിങ് ആക്കി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പോട്ടിൽ നന്നായിട്ട് തിക്കായിട്ട് വളർന്നതിന് ശേഷം മാത്രമേ പ്ലാന്റ് നമുക്ക് താഴേക്ക് വളർത്താവൂ. അതായത് ഇന്നിപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ഇങ്ങനെ താഴേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലെല്ലാം കണ്ടോ ഇതുപോലെ റൂട്ടുകളും ഒക്കെ വന്നിട്ടുണ്ട്, കണ്ടോ. അത്യാവശ്യം നല്ല ലെങ്തിലായിട്ടുണ്ട് നമ്മുടെ പ്ലാന്റ് ഇപ്പോൾ. അപ്പോൾ നല്ല ഭംഗിയാണ് ഇതുപോലെ പ്ലാന്റ്സ് നിൽക്കുന്നത് കാണാനായിട്ട്. ഈ കാണുന്ന അടുത്തൊരു വെറൈറ്റി പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഗോൾഡൻ പോത്തോസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അപ്പോൾ ഇതും കുറച്ച് പ്ലാന്റ്സ് ഇതുപോലെ ക്രീപ്പിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവരുമൊക്കെ നമ്മുടെ പോട്ടിൽ അതുപോലെ ബുഷായിട്ട് തന്നെ വളർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പല വെറൈറ്റി പോത്തോസ് പ്ലാന്റ്സ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്, കണ്ടോ. അപ്പോൾ ഈ വൈറ്റ് ഷെയ്ഡും കൂടെ ലീഫിൽ വരുന്ന പ്ലാന്റാണ് കൂടുതൽ ഭംഗി കാണാനായിട്ട്.
ഈസി ആയിട്ട് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അധിക പരിപാലനത്തിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല. ഞാൻ കണ്ടത് നമുക്ക് ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് പ്ലാന്റ്സ് ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ വളച്ച് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഓരോ ഞെട്ടുന്നുള്ള വേരുകൾ പിടിച്ചിട്ട് നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിലുമൊക്കെ പോട്ടെന്ന് നിറഞ്ഞിട്ട് തൈകൾ ഇതുപോലെ ഇങ്ങനെ പോയിട്ടുണ്ട്, വള്ളികൾ കണ്ടോ. ഈ കാണുന്ന നമ്മുടെ ഒരു ബെഗോണിയ വെറൈറ്റിയാണ്. അപ്പോൾ ഇതും ഹാങ്ങിങ് ആക്കുന്ന വെറൈറ്റിയാണ്. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ വാട്ടർ മെലൺ ബെഗോണിയ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു കളർ ഷെയ്ഡാണ് അതിന് കാരണം. അപ്പോൾ ഇതും പെട്ടെന്ന് അത്യാവശ്യം ബുഷിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. ഞാൻ മറ്റ് ഹാങ്ങിങ് പ്ലാന്റ്സ് കാണിച്ചതുകൊണ്ട് തന്നെ ഇതുകൂടെ ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളൊരു ഗ്രാസ് വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് പോത്തോസ് പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഷെയ്ഡായിട്ടുള്ള ഏരിയയാണ്. അപ്പം ഇടയ്ക്കൊക്കെ നമ്മൾ സൺലൈറ്റ് കിട്ടാൻ വേണ്ടി പുറത്തൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കുക. അതുപോലെ ഇടയ്ക്ക് നന്നായിട്ട് നമ്മുടെ ലീഫ് എല്ലാം നനയുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. അപ്പോൾ ഈ കാണുന്ന നമ്മൾ വാട്ടറിൽ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത പോത്തോസ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിലായിട്ട് മെറ്റൽ പൊടിയാണ് ഇട്ടേക്കുന്നത്. മെറ്റൽ പൊടി ഇട്ടിട്ട് നമ്മൾ സ്റ്റെമ്മുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പോത്തോസ് പ്ലാന്റ്സ് സെറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ വിൻഡോ സൈഡിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നതായിരിക്കും. കണ്ടോ, ഇനി ചെറിയൊരു കപ്പിലാണ് ഈ ഒരു പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ വെള്ളം താന്ന് പോയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇൻഡോർ നമ്മളിതുപോലെ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇതിൻ്റെ ലീഫെല്ലാം ഇടയ്ക്കിടയ്ക്കിടുന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ്സ് നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ജനലൊക്കെ തുറന്നിരുന്നതുകൊണ്ട് തന്നെ ആ പ്ലാന്റ്സ് എല്ലാം പുറത്തേക്ക് സൂര്യപ്രകാശം കിട്ടുന്ന ഡയറക്ഷനിലേക്ക് വളർന്നു പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വെറൈറ്റി പോത്തോസ് പ്ലാന്റ്സും നമുക്കിതുപോലെ വാട്ടറിൽ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് വേരിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോത്തോസ് പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ മെറ്റൽ പൊടി ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ചെറിയ സ്റ്റോൺസ് ഇട്ട് കൊടുത്താലും മതി. നന്നായിട്ട് വേരെല്ലാം ഓടി നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് നിൽക്കുന്നതായിരിക്കും. അതിലൊക്കെ ഒരുപാട് പുതിയ റൂട്ടുകൾ വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടോ, അടിഭാഗം വരെയും സ്റ്റോൺസ് റൂട്ടുകൾ പോയിട്ടുണ്ട് കല്ലിൻ്റെ ഇടയിൽ കൂടെ. കണ്ടോ, അപ്പോൾ വീട്ടിൽ വേസ്റ്റ് ആയിക്കുന്ന ബോട്ടിലുകളിൽ പോലും നമുക്കിതുപോലെ പോത്തോസ് പ്ലാന്റ്സ് വളർത്തിയെടുക്കാൻ പറ്റും. ഇതൊരു വേസ്റ്റ് ആയിക്കുന്ന ബോട്ടിലാണ്. അപ്പോൾ നമ്മളിത് ഇതുപോലെ വിൻഡോ സൈഡുകളിൽ പോത്തോസ് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. ഇത് അത്യാവശ്യം നല്ല വലിപ്പത്തിലായിട്ട് നമ്മുടെ പ്ലാന്റ്സ്. അപ്പോൾ പല വെറൈറ്റി പോത്തോസ് ഞാൻ മിക്സ് ആയിട്ടാണ് ഇവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ നമുക്കൊന്ന് എടുത്ത് ലീഫുകൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ പൊടിയെല്ലാം ആവും. അപ്പോൾ ഇതൊക്കെ ഞാൻ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്ത് അതിലാണ് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പ്ലാന്റ്സ്. അപ്പോൾ നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്താലും എൻ്റെ ഈ ഒരു പ്ലാന്റ് കണ്ടോ കുറച്ചൊന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. അതിൻ്റെ ലീഫിൻ്റെ വശങ്ങളെല്ലാം ഇതുപോലെ കരിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൺലൈറ്റ് കുറച്ച് കിട്ടുന്ന ഭാഗത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ലീഫെല്ലാം കരിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കണ്ടോ, അപ്പോൾ ഇതുപോലെ വരുന്ന ലീഫുകളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. അതായത് പോലെ നമ്മുടെ പ്ലാന്റിൻ്റെ ലീഫെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുകയും വേണം. അപ്പോൾ ഇതുപോലെ നമ്മൾ പ്ലാന്റിൻ്റെ ലീഫെല്ലാം ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ പ്ലാന്റ് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഞാൻ മെറ്റൽ പൊടിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. കണ്ടോ, അപ്പോൾ നമ്മുടെ ഈ പോത്തോസ് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പോട്ടിലാണെങ്കിൽ എൻ്റെ റൂട്ടെല്ലാം കാണാനായിട്ട് പറ്റും. അത് കൂടുതൽ ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമ്മുടെ പ്ലാന്റിൻ്റെ വശങ്ങളിൽ തന്നെ ഈ കാണുന്ന പോലെ പുതിയ ബ്രാഞ്ചസ് വരാറുണ്ട്. അപ്പം ഞാൻ മെയിനായിട്ട് ഇതുപോലെ നമ്മുടെ ഭംഗിയായിട്ട് നമ്മുടെ പോത്തോസ് പ്ലാന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് കൊടുക്കുന്ന വളം ഉണങ്ങി ചാണകപ്പൊടിയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉണങ്ങിയ ചാണകപ്പൊടി ഇതിൻ്റെ ചുവട്ടിലൊന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിലെല്ലാം വേരോടിയിട്ട് നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതായിരിക്കും. ഇപ്പം നമുക്ക് കാണുമ്പോൾ അറിയാം നമ്മൾ ലീഫുകൾ ഒരെണ്ണം പോലും കരിഞ്ഞിട്ടോ ഒന്നുമില്ല. നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ, അതുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട് പോട്ടിംഗ് മിക്സിനും. അപ്പം മണലും കൂടി ഇട്ട് നമ്മൾ പോട്ട് ചെയ്യുക. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇതുപോലെ വശങ്ങളിലായിട്ട് ഇറങ്ങുന്ന പ്ലാന്റ്സ് നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് വാട്ടറിൽ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പോട്ടിനുള്ളിൽ സ്റ്റിക്ക് കൊടുത്തിട്ട് അതിൽ പടത്തി വിടുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പോത്തോസ് പ്ലാന്റ്സ് വളർന്ന് വരുന്നതായിരിക്കും. അത് പല വെറൈറ്റി പോത്തോസ് പോലെ അടുത്തടുത്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിട്ട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും.
അപ്പോൾ നമ്മുടെ ഗാർഡനിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ്സ് ആണ് ഈ പോത്തോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഹാങ്ങിങ് ആയിട്ടും വെർട്ടിക്കലായിട്ടും ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ചെടിക്കൊക്കെ നമ്മൾ ഡെയിലി നനച്ചില്ല എന്നെങ്കിൽ പോലും നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് മിക്ക പ്ലാന്റ് നഴ്സറികളിലും നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അതുപോലെ തന്നെ നട്ട് വളർത്താൻ എളുപ്പമാണ്. എല്ലാ തരത്തിലുള്ള മണ്ണിലും എല്ലാ തരത്തിലുള്ള കാലാവസ്ഥയിലും നന്നായിട്ട് വളർന്നു വരുന്ന പ്ലാന്റ്സ് ആണ് ഈ മാർബിൾ പോത്തോസ്, എൻജോയ് പോത്തോസ് എല്ലാം തന്നെ. അതുപോലെ തന്നെ നമ്മൾ ഗാർഡനിൽ ലീഫി ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ നടാനായിട്ട് എടുക്കുമ്പോൾ കൂടുതൽ ഈ വൈറ്റ് കളറും കൂടെ മിക്സഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ കൂടുതൽ വെട്ടം നമുക്ക് കിട്ടുന്നതായിരിക്കും, കൂടുതൽ ഭംഗിയായിരിക്കും അത് കാണാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്ലാന്റ്സിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മൾ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ വൈറ്റ് കളർ ലീഫുള്ള പ്ലാന്റ്സ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ബോൾസം പ്ലാന്റ്സ് എല്ലാം നന്നായിട്ട് മഴയത്ത് ഫ്ലവറിങ്ങായി നിൽപ്പുണ്ട്. അപ്പോൾ മഴ വന്നോടെ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഇലമുളച്ചി എന്ന് പറയുന്ന ചെടിയാണ്. ഇതിൻ്റെ ലീഫിൻ്റെ വശങ്ങളിൽ കാണുന്ന എല്ലാം ഇതിൻ്റെ തൈകളാണ്. മഴയായിട്ട് കുറേയേറെ തൈകൾ ഇങ്ങനെ പൊടിഞ്ഞ് താഴേക്ക് വീണ് പോയിട്ടുണ്ട്. ഈ പ്ലാന്റിൻ്റെയൊക്കെ സംരക്ഷണവും ഇതിൻ്റെ പരിപാലനവും പോട്ടിംഗ് മിക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക. ഇപ്പം മിക്ക പോത്തോസ് വെറൈറ്റീസും നമ്മുടെ എല്ലാ വീടുകളിലും കണ്ടുവരാറുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പോത്തോസ് പ്ലാന്റിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.